എടാ എന്താ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണ രണ്ട് സാധനവും പിടിച്ചോണ്ട് എന്തുവാണ് സാധനം? എന്താ വല്ല ബോൾ എന്തെങ്കിലാണോ? ഇത് രണ്ട് ഓറഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടോ? അത് ഉറപ്പായിട്ടും ഓറഞ്ച് ആണോ ബോളാണോ? അല്ല, ഇത് രണ്ട് ഓറഞ്ച് അല്ല. ഇത് ഓറഞ്ച് ഓസ്ട്രേലിയൻ വാലൻസിയ ഓറഞ്ച് കോമൺ ആണ് എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അതിന്റെ പേരെന്താ? ഇത് വാലൻസിയ എന്ന് പറഞ്ഞത് ഓറഞ്ച് ആണ്. ഓക്കെ, എല്ലായിടത്തും ഉണ്ട്. ന്യൂസിലൻഡ് ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ഗൾഫിൽ ഞാൻ കണ്ടുണ്ട് വാലൻസിയ. ഓക്കെ. ഈ സാധനത്തിന് പറയുന്നത് ഗ്രേപ്പ് ഫ്രൂട്ട്. ഗ്രേപ്പ് ഫ്രൂട്ടോ? ഒന്ന് പോയിച്ച് രണ്ട് ഓറഞ്ച് തന്നെ. അല്ല, ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയും. ഈ സാധനം നാട്ടിലും ഉണ്ട്. ഓക്കെ, വേറൊരു വെറൈറ്റി ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ഓർമ്മ? കമ്പിളി നാരങ്ങ. പക്ഷേ ഈ കളർ അല്ലല്ലോ, ഇതിനേക്കാളും ലൈറ്റ് ആണ് എനിക്ക് തോന്നുന്നു. ഇത് നാട്ടിൽ മധുരനാരങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ കഴിച്ചിട്ടില്ല. ഇത് മധുരനാരങ്ങ എന്ന് പറയും നാട്ടില്. കമ്പിളി നാരങ്ങയുടെ മധുരമുള്ള ഓറഞ്ചിന്റെ ഒരു ക്രോസ് ആണ്. ഓ, ഓക്കെ. ഇവിടെ കമ്പിളി നാരങ്ങ നമുക്ക് വിയറ്റ്നാം അല്ലെങ്കിൽ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞ സാധനത്തിന് പൊമലോ എന്ന് പറയും. അതായത് കമ്പിളി നാരങ്ങയുടെ പുരാതനകാല ഒറിജിനൽ വേരിയന്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് പൊമലോ. അപ്പം പൊമലോയുടെയും മാൻഡറിൻ എന്ന് പറയുന്നത് സ്വീറ്റ് മാൻഡറിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇത്. ഇതിന്റെ അകം ചോപ്പായിരിക്കും. ചോപ്പാണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കേട്ടേക്കണം, ഞാനിത് കഴിച്ചിട്ടൊന്നുമില്ല. കമ്പിളി നാരങ്ങയുടെ ഇതിന്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് കമ്പിളി നാരങ്ങയുടെ ചോപ്പും ഓറഞ്ചിന്റെ സ്വീറ്റ്നസും ആണ് ഇതിന് കിട്ടേണ്ടത്. ഓക്കെ, കേട്ടത്. അപ്പൊ നമുക്കൊന്ന് ചെത്തി നോക്കിയാലോ? അപ്പൊ ഇച്ചു കേട്ടത് ശരിയാണോ നമുക്ക് അറിയാലോ? ഏത് കളറാണ് ഇച്ചു പറയുന്നത്? റെഡ്. ഓക്കെ, അപ്പൊ ഓറഞ്ചിന് ഏത് കളറായിരിക്കും? അപ്പട്ട ഇരിക്കുന്ന സാധനത്തിന് സാധാ ഓറഞ്ച് ആണ്. ഓക്കെ, ജ്യൂസ് അടിക്കാം, കട്ട് ചെയ്ത് കഴിക്കാം. ഓക്കെ, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്റെ അസംഷൻ ശരിയാണോ എന്ന് കണ്ട. തൊലിക്ക് ചെറിയൊരു റെഡ്നെസ് ഉണ്ട് കേട്ടോ. ചെത്താണേ. ശരിയാട്ടോ, കമ്പിളി നാരങ്ങയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നോക്കിക്കേ, ശരിക്കും സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. മണക്കണുണ്ടോ? ഓക്കെ, യെസ്. ചെത്തുമ്പോ തന്നെ കാണാൻ പറ്റും ഇവിടെ. കണ്ടോ, റെഡ് കളർ. യെസ്, അപ്പൊ ഞാൻ വേഗം ചെത്തട്ടെ കേട്ടോ. കമ്പിളി നാരങ്ങയുടെ ഒരു ലൈറ്റ് റെഡ് ആണ്. ഇത് നല്ല ചോപ്പാണ്, നല്ല ചുമപ്പ്. യെസ്, നമ്മൾ കമ്പിളി നാരങ്ങ ശരിക്കും പറഞ്ഞാൽ ചെത്തി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. കമ്പിളി നാരങ്ങ ശരിക്കും പൊളിക്കുമ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ പൊളിച്ചെടുക്കാറില്ലേ? അതേപോലെ തന്നെ ഇതും പൊളിച്ചെടുക്കാം കേട്ടോ. അതെനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അറിയത്തില്ല. നോക്കാ, കണ്ടോ, കമ്പിളി നാരങ്ങ പോലെ തന്നെയല്ലേ? ഇതിന് ചെറിയൊരു ഇതുണ്ടെന്നേ ഉള്ളൂ. നല്ല റെഡ് കളർ അല്ലേ? ആക്ച്വലി ഒരു സ്വീറ്റ് ആൻഡ് ടാൻജി എന്ന് പറയുന്ന ഒരു ഇതാണ് വരേണ്ടത് ഫ്ലേവർ. കമ്പിളി നാരങ്ങയുടെ കൂടെ തന്നെ ഒരു ഫ്ലേവർ കണ്ടോ. കമ്പിളി നാരങ്ങയുടെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ അല്ലി പോലെയില്ലേ? അതേപോലെ തന്നെ കേട്ടോ. അല്ലിനെ വേർതിരിക്കുന്ന ഒരു സ്കിന്നാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. കഴിച്ചോക്കാം. ഓക്കെ, എന്നിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഒരു സ്വീറ്റ്, ഒരു പുളിയും മധുരം കൂടി ആയിട്ട് മിക്സ്. പുളിയും മധുരം കൂടി കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചോദിച്ചോക്ക്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാനേ. ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. ഇഷ്ടായോ? കണ്ടോ, ഇതള് പോലെ തന്നെ അല്ലേ? ഇതള് പോലെ കഴിക്കാൻ പറ്റും അല്ലേ? നല്ല നാട്ടിലെ കമ്പിളി നാരങ്ങ കഴിക്കാൻ ടേസ്റ്റ് ആണ്. ഗ്രേപ്പ് ഫ്രൂട്ട്. യുഎസ് വേരിയന്റ് ആണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവര്, അതേപോലെ തന്നെ കഴിച്ചിട്ടില്ലാത്തവർക്ക് നല്ല ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതാ നീ പൊമലോ എന്നൊക്കെ എവിടെയും വെളിയിൽ നാട്ടിൽ പോകുമ്പോൾ പൊമലോ കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആണ്. പൊമലോ എന്ന് വെച്ചാൽ കമ്പിളി നാരങ്ങ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഗ്രേപ്പ് ഫ്രൂട്ടും കമ്പിളി നാരങ്ങ തന്നെയാണ് ടെക്നിക്കലി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ദിവസം വരാവേ. ബൈ.